നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അഡീനിയം അറബിക്കത്തിന്റെ സീഡ് മുളപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇത് അഡീനിയം അറബിക്കത്തിന്റെ മാത്രമല്ല, എല്ലാ സീഡും മുളപ്പിക്കുന്ന ഈ രീതി ഉപയോഗിക്കാം. പക്ഷേ ചില ആളുകൾ മണൽ ഉപയോഗിച്ച് മുളപ്പിക്കുന്നു, ചില ആളുകൾ മണ്ണിലിട്ട് മുളപ്പിക്കുന്നു, ചില ആളുകൾ ടിഷ്യൂ പേപ്പറിലിട്ട് മുളപ്പിക്കുന്നു. ഇങ്ങനെ പല മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ റയർ വിത്തുകളൊക്കെ ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പറിലാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം നോക്കാം. ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിൽ പോട്ടിംഗ് മിക്സ് പറഞ്ഞാൽ മണലും മണ്ണും മാത്രമാണ് അണുവിമുക്തമാക്കി, അതായത് വെയിലത്ത് വെച്ച് ചൂടാക്കി വെച്ചിട്ടുള്ള മണ്ണ് അതിൽ കുറച്ചിട്ടു. അതിൻ്റെ മേലെ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടി എടുത്തു. ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തു. ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ സെറ്റായി നിന്നു. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ടിഷ്യൂ പേപ്പർ ഇറക്കി വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളെ കയ്യിലുള്ള പല തരം അറബിക്കം അഡീനിയത്തിന്റെ പർച്ചേസ് ചെയ്ത വിത്തുകളാണ് കേട്ടോ. ഇത് കാണാനല്ലേ, അഡീനിയം അറബിക്കത്തിന്റെ വിത്തുകൾ. ഈ അഡീനിയം അറബിക്കത്തിന്റെ വിത്ത് ഞാൻ എടുത്തു. ഞാൻ 3 വിത്ത് ഉണ്ട്. ഇതിന്റെ EBA എന്ന് പറയുന്ന ആ വെറൈറ്റി വിത്താണ്. ആ 2 വിത്ത് എടുത്തു. ഈ ടിഷ്യൂ പേപ്പറിന്റെ മേലെ 2 സ്ഥലങ്ങളിലായിട്ട് ഈ ടിഷ്യൂ പേപ്പറിന്റെ മേലെ വെച്ചു. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ വിത്ത് നിങ്ങൾക്ക് കാണാനുണ്ട്. 2 വിത്തുകൾ ഇതിന്റെ ഉള്ളിൽ 2 വിത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്, നമ്മൾ ഈ വിത്തിന്റെ മേലേക്ക് ഈ വിത്ത് കുറെ കാലം ഈ ചട്ടിയിൽ നിൽക്കും കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല്, നമ്മൾ അപ്ടെക്കിന്റെ തന്നെ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് വാം. ഈ വാമ് ഒരു നുള്ള്, സ്പൂണ് കണക്കിനൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. വാം എടുത്തിട്ട് ഈ വാമ് വിത്തിന്റെ മേലേക്ക്, വിത്തിട്ട ആ സ്ഥലത്തേക്ക് ലൈറ്റായിട്ട് ഒന്ന് വിതറി കൊടുത്തു. ചെറുതായിട്ട്. ഞാൻ പറഞ്ഞു വാമിന്റെ ആവശ്യം, വാമ് അതിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്ടെക്കിന്റെ വാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ വാമ് എന്താ ചെയ്യുക വെച്ചാൽ, ഈ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് തന്നെ ആ വാമ് ആ വിത്തിന്റെ വേര് പടലം വരുന്ന സ്ഥലത്തേക്ക് എത്തുകയും വേരിന് സംരക്ഷണം നൽകുകയും ചെയ്യും. അതാണ് വാമിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ലേശം വാമൊന്ന് വെതറി. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 സാധനം ഉണ്ട്. ഒന്ന് പെർലൈറ്റ് എന്ന് പറയുന്ന ഈ സാധനം എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. മണ്ണിന്റെ എയറേഷൻ കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പെർലൈറ്റ്. വെയിറ്റ് വളരെ കുറവാണ്. ചില ആൾക്കാർ തെർമോക്കോളിന്റെ പൊടി പോലെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് പെർലൈറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് വളരെ കുറച്ച് അളവിലെടുത്തിട്ട് ഈ വിത്തിന്റെ മേലേക്ക് ഒന്ന് വെതറി കൊടുക്കുകയാണ് കേട്ടോ. ഈ വിത്തിന്റെ മേലേക്ക് ഞാൻ ഈ പെർലൈറ്റ് ലൈറ്റായിട്ടൊന്ന് വെതറി കൊടുത്തു. ഇനി ആ വിത്തൊന്ന് മൂടി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്ത്. അടുത്തത് ഇത് വെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. ഇതും എയറേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ പോട്ടിംഗ് മിക്സിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന, അഡീനിയത്തിനൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ് വെർമിക്കുലേറ്റ്. ഈ വെർമിക്കുലേറ്റ് വളരെ കുറച്ച് അതും ഒന്ന് ഇതിന്റെ മേലെ വിതറി കൊടുത്തു. ഇപ്പൊ എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ വിത്ത് ഇത് കാണാനുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഈ വെർമിക്കുലേറ്റും പെർലൈറ്റും ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വിത്ത് ഇപ്പൊ പൂർണ്ണമായും ഇതിന്റെ ഉള്ളിൽ മൂടി നിന്നു. ഇനി ഞാനിത് ഇപ്പൊ അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ട്. ഒരു ചെറിയ വാട്ടർ സ്പ്രേ ഇതിന്റെ മേലെ കൊടുക്കും. ഈ വാട്ടർ സ്പ്രേ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിന്റെ നമ്മളെ ഉള്ളിൽ വെച്ചുള്ള ടിഷ്യൂ പേപ്പർ അടക്കം നനയും, വിത്ത് നനയും. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് മുളയ്ക്കാൻ തുടങ്ങും. ഇനി കുറച്ചുകൂടി സേഫ് ആക്കിയിട്ട് മുളയ്ക്കാൻ ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ചേംബർ പോലെ ആക്കി മുളപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് ഫിലിം ഇതിന്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. സ്ട്രെച്ച് ഫിലിം അറിയില്ലേ, ഞാൻ ഈ നമ്മളുടെ ചെണ്ടുമല്ലിയുടെ മേലെ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. സ്ട്രെച്ച് ഫിലിം, ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് പേപ്പർ ഇതിന്റെ മേലെ വലിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് അതുകൂടി ഇതിൽ ഉപകാരപ്പെടും. അതായത് പെട്ടെന്ന് തന്നെ വിത്ത് മുളച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അഡീനിയം അറബിക്കം മുളപ്പിക്കുക. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മുളപ്പിച്ച അഡീനിയം അറബിക്കങ്ങളാണ് കേട്ടോ.
നോക്കൂ, ചെറിയ തയ്യ ആക്കി വിത്ത് എടുത്ത് മുളപ്പിച്ച് കവറിൽ നിന്നും വലിയ ചട്ടിയല്ല, ചെറിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഞങ്ങൾ പ്ലാസ്റ്റിക് കവറിലേക്ക് വെക്കും. പ്ലാസ്റ്റിക് കവറിലേക്ക് വെക്കുന്നതോടുകൂടി ഇതിന്റെ സൈസ് വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ്. ഈ അറബിക്കം ബോൺസായി ആണെങ്കിലും അതിന് വളർച്ചാ റേറ്റ് കൂടുതലാണ്, ലെങ്ത് അല്ല. അതിന്റെ കടവണ്ണവും ഭാഗമൊക്കെ നന്നായിട്ട് നല്ല ബൾജായിട്ട് കിട്ടും, നല്ല സ്ട്രോങ് ആയിട്ട് വരും. ഇപ്പൊ ഇതിൽ ഞാനിപ്പോ എല്ലുപൊടിയോ വേപ്പുമണ്ണാക്ക് അങ്ങനത്തെ ഒന്നും കൊടുത്തില്ല. ഈ വിത്ത് മുളപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അപ്പൊ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെത്തേഡ് ഉപയോഗിച്ചു. ഈ രീതിയിൽ ഇതിന്റെ മേലെ ട്രാൻസ്പെറന്റ് കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ എന്റെ കയ്യിൽ ഇപ്പൊ ട്രാൻസ്പെറന്റ് കവർ ഇവിടെ എടുക്കാനില്ലാത്ത കാരണമാണ് ആ ട്രാൻസ്പെറന്റ് കവർ ഇതിന്റെ മേലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വിത്ത് മുളക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, മെസ്സേജുകൾ അയക്കുക. പിന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് എല്ലാം ചിലപ്പോൾ മറുപടി തരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കോൾ എന്ന് പറയാറുണ്ട്. മടി കൂടാതെ നിങ്ങൾക്ക് വിളിക്കാം. 4:30-ക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു തരാം. താങ്ക്